അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യൽ 2 ഹോള് വിട്ടതിന് ശേഷം ആണ് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുള്ള ആ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 2 ഹോള് നമ്മളവിടെ ഒഴിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ഡോട്ടിൻ്റെ അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ കഴിയാത്തത് കൈ കൊണ്ട് നമുക്ക് നൂലെടുത്ത് സൂചി കൊണ്ട് തുന്നിയാലും കുഴപ്പമില്ല. അപ്പോൾ മൊത്തത്തിൽ ആ 2 ഹോൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ക്ലോത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കില്ല. അപ്പോൾ അത് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുട്ട് സൂചിയൊക്കെ കുത്തിയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നാൽ ക്ലോത്ത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഇനി ആ 2 ഹോള് നമ്മൾ ഒഴിച്ച് വിട്ടതിന് ശേഷം ആ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ല ഓരോരോ ഇതള് അത് മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ് മാത്രം വിട്ടതിന് ശേഷം ബാക്കി ആ 8 ഇഞ്ചിൻ്റെ എല്ലാ ഹോൾസിൻ്റെ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മളതിലേക്ക് റെക്രോണാണ് നിറക്കുന്നത്. അതായത് ഫൈബർ കോട്ടനെ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഹോള് വിട്ടത് ആ ഭാഗത്തൂടെ വേണം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കുള്ള റെക്രോണ് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഇതുപോലെ ഇനി അത് മൊത്തത്തിൽ അതിൻ്റെ ഭാഗം ഒരു കുഷ്യൻ്റെ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഡോട്ട് ഇട്ട് കൊടുത്ത ഭാഗത്ത് ഇതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ വെറും ഡബിൾ സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി, ചെറിയൊരു സ്റ്റിച്ചിങ് മാത്രം കൊടുത്താൽ മതി. അത് നമ്മളതിൽ ഫില്ലിങ് നീങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം അതിൻ്റെ സെൻറ്റർ ഭാഗം മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുക. ഫില്ലിങ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കണം. കാരണം കുറഞ്ഞ ഫില്ലിങ്ങിൽ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ആ ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് നിൽക്കണം വേണ്ടിയിട്ടാണ് നല്ല ഫില്ലിങ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഫില്ലിങ് ചെയ്ത ഭാഗം ഒന്ന് കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അത് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ 8 ഇഞ്ചിൻ്റെ ഓരോ ഇതളിലേക്കും ഫില്ല് ചെയ്യുക. അത് മൊത്തത്തിൽ ഓരോരോ ചെറിയ പോക്കറ്റ് ആയതുകൊണ്ട് അതിലേക്ക് ഓരോന്നിക്കും നമ്മൾക്ക് റെക്രോണ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ആ പോക്കറ്റ് ഫില്ലാവുന്ന രീതിയിൽ വേണം നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ. കുറഞ്ഞ രീതിക്ക് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മളെ ബെഡ് ആ പെർഫെക്ഷനിൽ കിട്ടണം എന്നില്ല. ഇത് ഇങ്ങനെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫില്ലിങ് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്.
മൊത്തത്തിൽ നമ്മളെ ഫില്ലിങ് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ 2.5 ഇഞ്ചിൻ്റെ അടയാളപ്പെടുത്തിയ ആ ലൈന് റൗണ്ടിൽ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ആ 1 ഇഞ്ചിൻ്റെ അടയാളപ്പെടുത്തിയതും സ്റ്റിച്ച് ചെയ്തെടുക്കണം.